കോൺഗ്രസ് ഭരണകാലത്ത് മുസ്ലിം വരേണ്യവർഗത്തിന്റെ ഭാഗമായിരുന്നവർ RSSുമായി ഒരു ചർച്ചയ്ക്കിരിക്കുന്നു. നേരെ മറിച്ച് ഒവൈസിയെ പോലെ. അപ്പൊ അതിൽ ഞാൻ പറയുന്ന അതല്ലല്ലോ മാർഗം. ആക്രമിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളും ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം ഒരുമിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണി, തെരഞ്ഞെടുപ്പ് മുന്നണി, ചെറുത്തുനിൽപ്പ് മുന്നണിയല്ലേ ഇപ്പോൾ ആവശ്യം. അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് താങ്കൾ പറഞ്ഞ പോലെ ഹൈദരാബാദിൽ നിന്ന് ബീഹാറിലേക്ക് കയറി അല്ലേ, ഡെക്കാൻ കടന്ന് പോയി. ഇപ്പം മഹാരാഷ്ട്രയിലെ മുംബൈയിൽ, നാഗ്പൂരിൽ ഒവൈസി വിജയിക്കുന്നു. അപ്പൊ നമുക്ക് ജനാധിപത്യ വിശ്വാസികൾക്ക് ഇതെല്ലാം ഒരു നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. ജനാധിപത്യ വിശ്വാസികളും ഇടതുപക്ഷവും ഇന്ത്യയിൽ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. അതുകൊണ്ട് RSS അധികാരം ശക്തിപ്പെടുത്തുന്നു, മുസ്ലിം തീവ്രവാദ സംഘടനകൾ വളരുന്നു. അതിനൊരു കാരണം ഇതാണ്, ഈ ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസ് എന്ന് ശക്തിപ്പെട്ടു വരുന്നു അന്നേ ഇങ്ങനൊരു മുന്നണിക്ക് ശരിക്കുമുള്ള സാങ്കത്യം ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഒക്കെ അത് അതിനുവേണ്ടി കോൺഗ്രസ് ശ്രമിക്കാതിരിക്കുന്നു. അതിനു വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടത്. അതെന്ന് നടക്കുന്നോ അത് കുറച്ചെങ്കിലും രാജസ്ഥാനിൽ തിരിച്ചു വരിക അല്ലെങ്കിൽ മധ്യപ്രദേശിൽ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സിറ്റുവേഷൻ മാറും. അതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ബ്ലോക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന ഒരു BJP അതെങ്ങനെയാ ചെറിയാന്റെ അഭിപ്രായത്തില് ആ തിരിച്ചുവരവിനുള്ള മാർഗം എന്താണ്? രണ്ട് മാർഗങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ പോലെ ആശയദൃഢതയുള്ള, ജനങ്ങളുമായി ദൈനംദിനം ബന്ധം പുലർത്തുന്ന ഒരു പ്രസ്ഥാനം. രണ്ട്, നമ്മൾ പരമ്പരാഗതമായി കോൺഗ്രസിന്റെ ഉപജാപ രാഷ്ട്രീയത്തിൽ കൂടിയും അടിത്തട്ടിയിലുള്ള വോട്ട് സമ്പാദിക്കാൻ പറ്റുന്ന വർഗങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു വേണമെങ്കിൽ ഒരു BJPയുടെ B ടീം ആവാൻ തയ്യാറുള്ള ആളുകളുടെ ഇതിൽ ഏതാണ് കോൺഗ്രസ് തിരിച്ചു വരണമോ ഇന്ത്യൻ ഹൃദയഭൂമിയിൽ എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ യോജിക്കുന്നു. എങ്ങനെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പൊ എന്താണ് അവർക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർക്ക് അതിനു വേണ്ട ഓർഗനൈസേഷൻ ഇപ്പോഴും ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. അത് എങ്ങനെ അവർ ചാനലൈസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കിക്കാണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അതെ. പക്ഷെ അതിനാദ്യം എനിക്ക് തോന്നുന്നു, എന്റെ അനുഭവത്തിൽ ചെറിയ യാത്രകളിലുമൊക്കെ മനസ്സിലാവുന്നത്, കോൺഗ്രസ് സംഘടന എവിടെയും ഇല്ല. പഴയ രീതിയിൽ ജയിക്കുന്നുമില്ല, അധികാരവുമില്ല, സംഘടനയുമില്ല, രാഷ്ട്രീയ അധികാരവുമില്ല, സംഘടനയുമില്ല. വളരെ കൃത്യമാണ് സർ. ബീഹാറിലോ UPയിലോ DPCC എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലുള്ള ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത് എനിക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. അതൊരു സിറ്റുവേഷനിൽ മാറിക്കളയും. പക്ഷെ ബീഹാറിലും രാജസ്ഥാൻ ഞാൻ പറഞ്ഞിട്ട് സർ, രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതുണ്ട്. അപ്പം ഈ വസ്തുത മനസ്സിലാക്കി കോൺഗ്രസ് എങ്ങനെ അതിനെ ഓവർകം ചെയ്യുന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ അത് ഇന്ത്യക്കും നമുക്കൊക്കെ വളരെ പശ്ചാത്തപിക്കപ്പെടേണ്ട. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളുടെ അവസ്ഥ എന്താണ്? പ്രാദേശിക നേതാക്കൾ ഉണ്ടോ മധ്യപ്രദേശിൽ എടുത്തു പറയാൻ കഴിയുന്ന, രാജസ്ഥാനിൽ എടുത്തു പറയാൻ കഴിയുന്ന? അതിനു ചുറ്റും ആ മേധാവി ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണമല്ലോ. പ്രാദേശിക നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയവും ജെല്ലി ചെയ്യണം, ഒരുമിക്കണം, വേണ്ടേ? അതെങ്ങനെയാണ് നടക്കുക? പ്രാദേശിക നേതാവും രാഹുൽ ഗാന്ധിയും ഒരേ വേവ് ലെങ്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ സംഘടന ഉണ്ടായിട്ടും കാര്യമുള്ളൂ. അപ്പൊ ഇത് മൂന്ന് കാര്യങ്ങളും സംഭവിക്കുന്നത് ആഗ്രഹിക്കാം, പക്ഷെ അതിന്റെ ലക്ഷണം ഞാൻ കാണുന്നില്ല. അത് സംഭവിക്കാത്തിടത്തോളം ഇന്ത്യ ബ്ലോക്ക് ദുർബലമായിരിക്കും. ഇന്ത്യ ബ്ലോക്ക് വെറും ഒരു ആഗ്രഹത്തിന്റെ ആയിരിക്കും. അല്ല സാർ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ ഉരുത്തിരിഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അത് എത്രയും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച നിർത്താം. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും വരുന്നു.